കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധയാത്ര സമരാഗ്നിക്ക് അല്പസമയത്തിനകം കാസർഗോട്ട് തുടക്കമാകും. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ പിണറായി സർക്കാരിന് യോഗ്യതയില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ 24നോട് പറഞ്ഞു. കേന്ദ്രത്തിൽ മോദി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയനും ചെയ്യുന്നത് എന്നാണ് വിമർശനം. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നിലനിന്നാൽ ഈ രാജ്യം തകരും. ഐക്യത്തിന്റെ കോട്ട പൊളിയും. ഈ കോട്ട പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ നരേന്ദ്രമോദിയും അതുപോലെ BJP ഗവൺമെന്റും. അവർക്കെതിരെ സമരം നടത്തിയവർ അതിന് അർഹതയുള്ളവരല്ല, അർഹതയില്ലാത്തവരാ. അവർ കേരളത്തിൽ ചെയ്തതും ഇത് തന്നെയാണ്. ജനമനസ്സുകളെയും ജനതാൽപര്യങ്ങളെയും അഭിലാഷങ്ങളെയും ചവിട്ടി മതിച്ചു കൊണ്ടുപോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റാണ് കേരളത്തിൽ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാകും. കേന്ദ്ര ഏജൻസി നടപടിയെടുത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഓഫ് കറപ്ഷൻ ആക്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും ഈ രണ്ട് നിയമവും ഇതിൻ്റെ അകത്തുണ്ട്. ഈ രണ്ട് നിയമവും അതിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാവും. കാരണം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുടെ ബന്ധുവാണ് ഇയാൾ. അതുകൊണ്ടാണ് ഈ പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതെന്ന്. പ്രധാനപ്പെട്ട സ്ഥാനത്ത് ആരായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പ്രതിയാവും. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള ഒരു യാത്രയ്ക്ക് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ്. കാസർഗോട്ട് നിന്ന് യാത്ര എപ്പോൾ തുടങ്ങും? പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിയോ? അനുജ, അല്പസമയത്തിനകം ആ യാത്രക്ക് തുടക്കമാകും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് സമരാഗ്നി എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കോൺഗ്രസിന്റെ നേതാക്കൾ ഓരോരാളായി ഈ വേദിയിലോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ K സുധാകരൻ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരെ ഈ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരും എന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള സദസ്സ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു, പ്രവർത്തകരാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് സംഘടനാ തലത്തിൽ വലിയ ഒരുക്കങ്ങൾ ഇതിൽ നടത്തിയിരുന്നു. അതായത് ഒരു മാസം മുമ്പ് തന്നെ ഇതിന്റെ സംഘടനാ തല പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടത്തി പരമാവധി അണികളെ, പ്രവർത്തകരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളില്ല. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ക്യാമ്പയിന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ആ പ്രചാരണത്തിന്റെ തുടക്കം തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായി, അല്ലെങ്കിൽ വലിയ പ്രചാരണ മുന്നേറ്റമായി കോൺഗ്രസ് ഇതിനെ കാണുന്നു. ആ തരത്തിലുള്ള ക്യാമ്പയിനാണ് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കേട്ട പ്രതികരണങ്ങൾ അത് KPCC അധ്യക്ഷന്റെ ആയാലും പ്രതിപക്ഷ നേതാവിന്റെ ആയാലും അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുക, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി കൂടി വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ, രാഷ്ട്രീയ ക്യാമ്പയിനാണ് കോൺഗ്രസ് എന്തായാലും ഈ സമരാഗ്നിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെയാണ് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാനമായിട്ടുള്ളൊരു സമരം സംഘടിപ്പിച്ചത്. അതിന്റെ തൊട്ടു പിറ്റേന്നാണ് കോൺഗ്രസിന്റെ ഇത്ര വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിനെ തുടക്കം കുറിക്കുന്നത് എന്നതുകൂടി ഇതിന്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നലെ ദേശീയ തലത്തിൽ തന്നെ CPIM-ഉം അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും വലിയ വിജയമാണെന്ന് വിലയിരുത്തി, അല്ലെങ്കിൽ UDF-ഉം കോൺഗ്രസും പ്രതിരോധത്തിലായി എന്ന രാഷ്ട്രീയ പ്രചാരണം ഇപ്പോൾ നിലനിൽക്കുന്ന അത്ര രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിന് കോൺഗ്രസിന് മറുപടി നൽകേണ്ടതുണ്ട്. ഇന്ന് രാവിലെ മുതൽ നൽകുന്ന പ്രതികരണങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന പ്രതികരണങ്ങൾ അത് സംബന്ധിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കോൺഗ്രസിന്റെ സംഘടന UDF ആകെ ഒരുക്കുക എന്നതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെ 30-ലധികം പൊതുസമ്മേളനങ്ങളുണ്ട്. ദേശീയ നേതാക്കളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ പ്രചണ്ഡമായ ഒരു പ്രചാരണം തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു രാഷ്ട്രീയ പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ സംഭവത്തിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. 2024 പാർലമെന്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റ് കൂടി വീണ്ടെടുത്ത് 2020 എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കാനാണ് ഞങ്ങളിപ്പോൾ യാത്രയുമായി ഇറങ്ങി പുറപ്പെടുന്നത്. മാത്രമല്ല
BJPയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സമാനമായ മുദ്രാവാക്യമാണ് കോൺഗ്രസ് മുക്ത കേരളം. അപ്പോൾ ഇവർ രണ്ടുപേരും സയാമീസ് ഇരട്ടകളാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദറാണ്. ഒരേ തൂവൽ പക്ഷികളായ ഇവർക്ക് കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് നിലനിൽപ്പുള്ളൂ എന്ന് കണ്ടുകൊണ്ടാണ് അതിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും BJPയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2024 നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ഇപ്പോൾ നേതാക്കളെല്ലാം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UDF കൺവീനർ MM അംസർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിനാണ് കോൺഗ്രസ്. ഡൽഹിയിൽ വലിയൊരു സമരം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചു. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇടതു മുന്നണി സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ് ഈ സമരാഗ്നി. നിരന്തരമായ സമരങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന ഈ സമരാഗ്നി ജനരോഷം ആളിക്കത്തുന്ന ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരാഗ്നി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നയിക്കുന്നത്. ഇത് തിരുവനന്തപുരത്തെത്തുമ്പോൾ ഈ സർക്കാരിൻ്റെ ജനദ്രോഹത്തിനെതിരെയുള്ള ജനങ്ങളുടെ രോഷാഗ്നിയായി ഇത് മാറും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്തു കൂടി ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ജനങ്ങൾ നൽകും. അങ്ങനെ തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത്. വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ സദസ്സിലേക്ക് പോയാൽ സദസ്സ് ഇപ്പോൾ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സാണ്. ഇപ്പോൾ തന്നെ പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സദസ്സ് പൂർണ്ണമായും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ജാഥ നയിക്കുന്നു എന്നതും ഒരു ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊക്കെ അപൂർവമായിരിക്കും ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനും ഒരുമിച്ചൊരു ഒരു ക്യാമ്പയിൻ ഒരു ജാഥ നയിക്കുന്നത് എന്നതുകൂടി അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇതിനുണ്ട്. എന്തായാലും അല്പസമയത്തിനകം പരിപാടി ആരംഭിക്കും. ഇപ്പോൾ മറ്റ് നേതാക്കൾ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അല്പസമയത്തിനകം പ്രവർത്തകരുടെ അകമ്പടിയോടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അനുജ, അരുൺ, ഈ പരിപാടി എങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ 14 ജില്ലകളിലൂടെയും കടന്നു പോകുമ്പോൾ പല ജില്ലകളിലും പൊതുസമ്മേളനം ഉണ്ടാകും, അതുപോലെ തന്നെ ജനങ്ങളുമായുള്ള സംവാദം ഉണ്ടാകും, അവരുടെ പ്രശ്നങ്ങൾ എന്തോ എന്നത് അറിയുന്നു. ഈ തരത്തിലേക്ക് ഏതാണ്ട് ഒരു നവകേരള സദസ്സിനെ താരതമ്യം ചെയ്താൽ എങ്ങനെയാകും സമരാഗ്നി യാത്രയുടെ മുന്നോട്ട് പോക്ക്? അരുൺ, കേൾക്കാമോ? സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അരുൺ പൂപ്പറമ്പയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും അല്പസമയത്തിനകമാണ് കോൺഗ്രസിന്റെ സമരാഗ്നി പ്രതിഷേധ യാത്രയ്ക്ക് തുടക്കമാകുന്നത്. 14 ജില്ലകളിലൂടെയും ഈ യാത്ര കടന്നു പോകും. കേരള സർക്കാരുകൾക്കെതിരായ പ്രതിഷേധം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ മാസം 29-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് യാത്ര സമാപിക്കും. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സംയുക്തമായാണ് ഈ യാത്ര നയിക്കുന്നത്.